പഞ്ചാബിലെ അമൃത്സറിലേക്കുള്ള സുവർണ ക്ഷേത്രത്തിലേക്കുള്ള ഒരു പാർക്കിംഗ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പോകുന്നത്. ഈ പാർക്കിംഗ് ഫ്ലൈ ഓവർ ചെന്ന് ഒരു 4 നിലയുള്ള ഒരു പാർക്കിംഗ് സ്പേസിലേക്കാണ് ചെന്ന് ചേരുന്നത്. ഇവിടെ നമുക്ക് 50 രൂപ കൊടുത്താൽ ധൈര്യമായി പാർക്ക് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഈ സുവർണ ക്ഷേത്രത്തിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇങ്ങനെ 4 നിലകളുള്ള ഫ്ലോറുകളിലാണ്. നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് പാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ, ഇതുപോലത്തുള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷ നമുക്ക് കിട്ടും അമ്പലത്തിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് വില പേശി ഓട്ടോറിക്ഷക്കാരനും ആയി ഞങ്ങൾക്ക് 4 പേർക്കും 100 രൂപയ്ക്ക് ഓട്ടോ വന്നിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന പഞ്ചാബിലെ അമൃത്സറിലെ സിഖ് മതവിശ്വാസത്തിലെ ഏറ്റവും വലിയ ഒരു ഗുരുദ്വാരയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. സിഖുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലമാണിത്. 4ാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് 1577 ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് മനുഷ്യനിർമ്മിതമായ വലിയൊരു കുളം നിർമ്മിച്ചത്. 1604 5ാമത്തെ സിഖ് ഗുരു അർജുനാദി ഗ്രന്ഥത്തിൻ്റെ ഒരു പകർപ്പ് ഇവിടെ സ്ഥാപിച്ചു. പിന്നീടുണ്ടായ പടയോട്ടങ്ങളിൽ നിരവധി തവണ തകർന്ന ഒരു ഗുരുദ്വാരയാണിത്. മഹാരാജ രഞ്ജിത് സിംഗ് സിഖ് സാമ്രാജ്യം സ്ഥാപിച്ചതിന് ശേഷം 1809 ഇതിൻ്റെ പുനർനിർമ്മാണം നടക്കുകയും ചെയ്തു. ആയിരത്തി 1830 ഈ ശ്രീകോവിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞത് ആണ് ഇതിന് സുവർണ ക്ഷേത്രം എന്ന പേര് വന്നു ചേർന്നത്. ഇന്ന് ഞായറാഴ്ചയായ കാരണം നല്ല തിരക്കാണ്. ഒത്തിരി വിദ്യാർത്ഥികളെല്ലാം വന്നിട്ടുണ്ട് കാണാൻ സുവർണ ക്ഷേത്രത്തിൽ. അതിനടുത്ത് തന്നെയാണ് ജാലിയൻവാലാബാഗും സ്ഥിതി ചെയ്യുന്നത്. അതെല്ലാം കാണുന്നതിന് വേണ്ടി ഒത്തിരി സന്ദർശകരാണ് ഇവിടെ വരുന്നത്. സുവർണ ക്ഷേത്രത്തിലേക്ക് ഡെയിലി 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ തീർത്ഥാടകർ എത്തുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ തെരുവോരങ്ങളിലെല്ലാം തന്നെ ഒത്തിരി കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ധാബകളുണ്ട്, വസ്ത്രക്കടകളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങൾ. ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൻ്റേതാണ്. പിന്നീട് ഡ്രൈ ഫ്രൂട്ട്സ്, ചെരുപ്പുകൾ, അങ്ങനെ നാനാവിധത്തിലുള്ള കടകളിലെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. 1980 ഈ ഗുരുദ്വാര ഇന്ത്യൻ സർക്കാരുമായി ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ തീവ്രപ്രസ്ഥാനവും തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ ഇത് അവരുടെ ഒരു കേന്ദ്രമായി മാറി. 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തെ സുവർണ ക്ഷേത്രത്തിലേക്ക് അയച്ചു. ഇത് ആയിരക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് ഇടയായി. സൈനികരും തീവ്രവാദികളും സാധാരണക്കാരും മരണമടഞ്ഞു. ഗുരുദ്വാരയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങളും ഉണ്ടായി. അതിനുശേഷം വന്ന രാജീവ് ഗാന്ധിയുടെ സർക്കാരാണ് ഇത് വീണ്ടും പുനർനിർമ്മിച്ച് ഈ രീതിയിലെല്ലാം ആക്കിയത്. ഇന്നിപ്പോൾ സുവർണക്ഷേത്രം എല്ലാ മതവിശ്വാസത്തിലും പെട്ട എല്ലാ ആളുകൾക്കും ഒരു തുറന്ന ആരാധനാലയമാണിത്. ഇതിന് 4 പ്രവേശന കവാടങ്ങളുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു കുളത്തിന് ഒരു പ്രദക്ഷിണപാതയുമുള്ള ആയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിനും കുളത്തിനും ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ കെട്ടിടങ്ങളിൽ ഇവരുടെ ഓഫീസ്, അതുപോലെ തന്നെ ഒരു മ്യൂസിയം, പിന്നെ എല്ലാവർക്കും ഭക്ഷണം ഫ്രീ ആയി കഴിക്കാൻ ഭക്ഷണം കഴിക്കാവുന്ന ഒരു ലങ്കർ എന്നീ വിളിപ്പേരുള്ള എല്ലാ സന്ദർശകർക്കും വെജിറ്റേറിയൻ ഭക്ഷണം സൗജന്യമായി നൽകുന്ന ഒരു അടുക്കളയും ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രതിദിനം 1.5 ലക്ഷത്തിലധികം ആളുകൾ ആരാധനയ്ക്കായി വിശുദ്ധ ദേവാലയം സന്ദർശിക്കുന്നു. ഏതാണ്ട് അത്ര തന്നെ ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുമുണ്ട് എന്നാണ് കണക്ക്. ഗുരുദ്വാരയുടെ സമുച്ചയം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല അവർ. അതുപോലെ തന്നെ
ഇവിടുത്തെ കമ്മ്യൂണിറ്റി കിച്ചൺ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചൺ ആയാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നിരവധി ആളുകൾ സന്നദ്ധ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നു. ഭക്ഷണം നൽകാൻ നൂറുകണക്കിന് ആളുകൾ, കൂടാതെ കാറ്ററിംഗ് ഇവിടെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴുകി അവിടെ വെച്ച് തന്നെ വിളമ്പുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശരാശരി ഒരു ദിവസം 5000 കിലോ തൊട്ട് 10000 കിലോ വരെ ഗോതമ്പ് മാവും, അതുപോലെ തന്നെ 2500 കിലോ ധാന്യങ്ങളും, 1000 കിലോ അരി, 5000 ലിറ്റർ പാൽ, 1000 കിലോഗ്രാം പഞ്ചസാര, 500 കിലോ ശുദ്ധമായ നെയ്യ് എന്നിവ ഉപയോഗിച്ചാണ് ഇവിടെ ഭക്ഷണപദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നത്. ഈ സാധനങ്ങളെല്ലാം പാചകം ചെയ്യാൻ 100 വലിയ ഗ്യാസ് സിലിണ്ടർ വേണമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഇവിടെയുണ്ട്. ഇവിടെ നല്ല പരിപ്പ് കറി, അതുപോലെ തന്നെ നല്ല പച്ചക്കറി, ചപ്പാത്തി, ഗീർ എന്ന് പറയുന്ന ഒരു മധുരമുള്ള ഒരു അരി പോലെ റവ പോലെ എന്തോ ചേർത്തിട്ടുള്ള ഒരു പാലും ചേർത്തിട്ടുള്ള നെയ്യ് ചേർത്തിട്ടുള്ള ഒരു പായസം കണക്കുള്ള ഒരു സംഭവം, പിന്നെ റൈസ് ഉൾപ്പെടുന്നു. ഒരേ സമയം 5000 പേർക്ക് ഇരിക്കാവുന്ന 2 വലിയ ഡൈനിങ് ഹാളുകളും ഇവിടെയുണ്ട്. ഈ ഭാഗത്തെല്ലാം തന്നെ ചെരുപ്പുകളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ചെരുപ്പുകളെല്ലാം തന്നെ അവിടെ വെച്ച് ഇതിന് ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ധനികനായാലും ആര് തന്നെ വന്നാലും ഈ തറയിൽ വിരിച്ചിരിക്കുന്ന വിരികളിലിരുന്ന് ഭക്ഷണം കഴിക്കണം. 1 മണിക്കൂറിൽ 25000 ചപ്പാത്തി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു യന്ത്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മാവ് അരിക്കാനും അതേപോലെ തന്നെ മാവ് കുഴയ്ക്കാനും മറ്റും തന്നെ യന്ത്രങ്ങൾ ഇവിടെ വലിയ വലിയ യന്ത്രങ്ങളുണ്ട്. ഇത് ഒരു അത്ഭുതവും ഒരു സംഭവവുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കാണണം ഇതിനകത്ത്. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് പ്രവേശിക്കുന്നവർ ഈ ഭാഗത്ത് കൈകളെല്ലാം സോപ്പ് വെച്ചിട്ടുണ്ട്. അത് കഴുകി അവിടെ നിന്ന് ഈ കാണുന്ന ക്ലോറിനേറ്റഡ് വാട്ടറിലൂടെ ഇറങ്ങി വേണം ഇതിന് അകത്തേക്ക് പ്രവേശിക്കാൻ. ഇതിനകത്താണ് ഈ കുളത്തിന് നടുവിലായി സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സുവർണക്ഷേത്രത്തെ ഹർമന്ദിർ സാഹിബ് എന്നും വിളിപ്പേരുണ്ട്. ഞങ്ങളും ഇതുപോലെ തന്നെ കാലൊക്കെ കഴുകി അവർ നമ്മളുടെ ദേഹപരിശോധനയെല്ലാം കഴിഞ്ഞ് അതിന് അകത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ ഞങ്ങളും അകത്തേക്ക് പ്രവേശിച്ചു. ഇന്ന് ഭക്തരുടെ നല്ല തിരക്കുണ്ട്. ആ കാണുന്നതാണ് സുവർണക്ഷേത്രം. അതിന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ക്യാമറകളെല്ലാം തന്നെ അത് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അത് ഓഫാക്കി വെക്കും. അതുകൊണ്ട് അവർ പറയുന്നത് മാനിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സുവർണക്ഷേത്രത്തിൻ്റെ ഫോട്ടോ എടുത്തില്ല. അങ്ങനെ ഞങ്ങളും ലങ്കറിലേക്ക് കടന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ പാത്രങ്ങൾ നൽകുന്നത് ഈ അടക്കടക്കായി വെച്ചിരിക്കുന്ന വണ്ടികളിലെല്ലാം തന്നെ പാത്രങ്ങൾ അടക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഓരോ പാത്രങ്ങളും നൽകുന്നതിനും വേണ്ടി അവിടെ ഒത്തിരി സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇതുപോലെ താഴത്ത് ഇരുന്ന് നമുക്ക് കഴിക്കണം. അപ്പോൾ ഈ പാത്രങ്ങൾ നിരനിരയായി ആൾക്കാർ മേടിച്ച് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഭക്ഷണം കഴിക്കുന്ന ഊട്ടുപുര. നമുക്ക് വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അത് നമ്മൾ എടുത്തില്ല. ഇതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി അങ്ങനെ
എല്ലാവരും ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി പാത്രങ്ങളെല്ലാം തന്നെ അവിടെ വരിയായി നമ്മൾ ഇവരുടെ കയ്യിൽ കൊടുക്കുന്നു. ഇവർ അതിലുള്ള ഭക്ഷണപദാർത്ഥത്തിൻ്റെ ബാലൻസ് എല്ലാം തന്നെ അവിടെ കൊട്ടിക്കളഞ്ഞ് ഇങ്ങനെ വരിയായി അത് ഈ ഡ്രമ്മുകളിൽ കൊട്ടി അത് ക്ലീനാക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഇതും കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒത്തിരി സിഖ് മതവിശ്വാസികളും അല്ലാത്തവർ ഇതിനുള്ളിൽ സന്നദ്ധ പ്രവർത്തകരായി ഉണ്ടോ എന്നറിയില്ല. പക്ഷേ അവരെല്ലാം തന്നെ ഈ പാത്രങ്ങൾ വളരെ ചിട്ടയോടെ കഴുകി വൃത്തിയാക്കുന്നു. ഇവിടെ ഭക്ഷണം കഴിച്ചെത്തുന്നവർക്ക് ചായയും അതുപോലെ തന്നെ മധുരപലഹാരങ്ങളും ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സ്ഥലത്ത് ഫ്രൂട്ട്സ്, ആപ്പിൾ, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കുന്ന ഒരു കൗണ്ടർ അപ്പുറത്തെ സൈഡിലുണ്ട്. ഇത് ഒത്തിരി ജനങ്ങൾ ഇവിടെ സന്നദ്ധ പ്രവർത്തകരായി ഈ കഴിച്ചു വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, കഴിച്ചു വരുന്ന പാത്രങ്ങളെല്ലാം തന്നെ കഴുകി അതിൻ്റെ സിസ്റ്റമാറ്റിക്കായി പോകുന്നതാണ് ഈ കാണുന്നത്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഇതിലൂടെ നടക്കുകയാണ്. ഇതാണ് ഭോജനാലയം. Ka na? Này. ഈ എക്സിറ്റ് നോക്കി
അതെ നോക്ക് ഈ ഒരു എക്സിറ്റ് കണ്ടോ? അത് എനിക്ക് തോന്നുന്നത് ഇവിടെ കാർ പാർക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ആവണോ? അല്ല ഇവിടെ കിടക്കുമ്പോൾ ഇത് വേണം. എവിടെ ഇവിടെ ഇവിടെ കിടക്കുമ്പോൾ വേണ്ട നമ്മൾ കടന്നു ഷൂ വയ്ക്കാനുള്ളതും എടുക്കാനുള്ളതും തിരക്കാണ്. ഞങ്ങൾ 3-ാം നമ്പറിലാണ് വെച്ചേക്കണത്. സുവർണക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതങ്ങനെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല.